നാണയൻ്റെ ഒക്കെ തേറ് കുടിച്ച് വരുന്നുണ്ട്. അവിടെ ഒരു തോട് അല്ല കുളം. ഇത് തോടാണോ കുളമാണോ? ഇത്രയും നല്ല കുഴികൾ കേരളത്തിൽ വരെ എവിടെയും കാണുന്നുണ്ട് തോന്നുന്നു. ഇത്രയും നല്ല റോഡ്, ഇതിലും മികച്ച റോഡ് കേരളത്തിലല്ല ഇന്ത്യയിൽ വേറെ കാണിച്ചിരുന്നു. അല്ല, ഇന്ത്യയിൽ ചിലപ്പോൾ വേറെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ കേരളത്തിൽ ഇതാണ് നിലവിൽ. നമ്മുടെ പൾസർ മനു മുന്നിൽ പുറത്തുണ്ട്. പിന്നെ കൊമ്പനാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് വണ്ടിക്കധികം കൊടുക്കില്ല. അവര് വീട് ചാടുമ്പോൾ അവർക്ക് ഭയങ്കര ശ്രദ്ധയാണ്. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ റിങ് ഓടിയാൻ കാണില്ല. റോഡിന്റെ അവസ്ഥകൾ ഒന്ന് നോക്കണം. റോഡല്ല ഒലക്കമുള്ള റോഡാണ്, പക്ഷെ ഒരു വൈബാണ് ഇത് കൂടെ പോവാന്നുള്ളത്. റോഡ് എത്ര മോശമാണെങ്കിലും നമ്മൾ പോകും, അത് രസം. പിന്നെ ഒന്നാമത് ലേറ്റായി, സമയം ഇപ്പൊ തന്നെ 6 മണി കഴിഞ്ഞു. ഞങ്ങളൊരു വെയിലി ഇത് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നതല്ല, പെട്ടെന്ന് തോന്നി, ഒറ്റ മൈൻഡ് അങ്ങോട്ട് ഇറങ്ങിയതാ. 5 മണിക്ക് തോന്നി പോവാന്ന്, വേറെ പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അത് പെട്ടെന്ന് മാറി അട്ടപ്പാടി പോകാന്നുള്ള പ്ലാനായി. അങ്ങനെ ജസ്റ്റ് കണ്ട് കയറാൻ വിചാരിച്ചു. ഇപ്പൊ ഇരുട്ടായാലും നമ്മൾ പോയിട്ടേ പോരും. നമ്മുടെ ആനവണ്ടി എന്തിനാ തങ്കോ മുന്നിലെ കൊമ്പനും മനു. വേറെ ഏതോ ലോകത്തൂടെ അല്ലേ ഈ ഭാഗത്ത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോ ഇവിടെ വരുമ്പോഴും ഒരു ഫോട്ടോ വിടുന്നില്ല. ഈ റോഡൊക്കെ അടിപൊളി, നല്ല 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 റബ്ബൈസ്ഡ് റോഡാക്കിയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു അറിയോ. ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഇപ്പോഴുള്ള ആൾക്കാരല്ല, ഇതിൻ്റെയൊക്കെ ഇരട്ടിക്കെത്തി ആൾക്കാർ ഈ ഭാഗത്ത് കൂടെ വരും. നാളത്തെ റോഡ് മോശമായ കാരണമാണ് ആൾക്കാർ കമ്മി. ഇതൊക്കെ കമ്മിയാണ്, അത്ര കമ്മിയൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. റോഡ് ഇത്രയും മോശമായിട്ട് അടുത്ത ആൾക്കാർ വരുന്നുണ്ട്, കാരണം അത്ര അടിപൊളി വൻ ടൂറിസം സെറ്റപ്പാക്കി. അട്ടപ്പാടിയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ടൂറിസം വളരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഒരുപാട് ഹിഡൻ സ്പോട്ടുകളായിട്ടും സ്ഥലങ്ങളായിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ആൾക്കാര് നല്ല റോഡുണ്ടെങ്കിൽ എന്തായാലും വരും. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് വരാം, ദൂരം നിന്നൊക്കെ ആൾക്കാര് ഇറങ്ങാനായിട്ടും ആൾക്കാരെ വരുന്നത്. പിന്നെ ഒന്നുകൂടി അടിപൊളിയാക്കി നടന്നു വരെ ഒരു രക്ഷയില്ലാത്ത പോണം. അട്ടപ്പാടി 6 സമയം എന്താ പോണം. എന്താ കോട കഴിച്ച കിടിലം കോട. സമയം 6:30 കഴിഞ്ഞത്. 6:30 കഴിഞ്ഞില്ല, 6 ആയി. സെറ്റ് കോട. എന്താ രസം. ഇപ്പൊ തങ്കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കിണ്ടിലെ ക്ലൈമറ്റ് ഇട്ട് എന്തായാലും ഇത്ര വൈകിട്ട് വരണ്ടാന്ന് വിചാരിച്ചാ, പക്ഷെ ഇന്ന് വന്നിട്ട് നമ്മള് വന്നു. അവിടെ മൈൻഡ് അവിടെ എന്താ അടിപൊളി. ഹോട്ടൽ പൊന്നൂസ്.
2 മാസത്തിൽ ഉള്ളു കോടയാണ് കഴിച്ച്. നമ്മൾ ലേറ്റ് ആയി പോയി. പക്ഷെ ഇവിടെ നല്ല കിടിലം വ്യൂ ആയിരുന്നു. നമുക്ക് പോവാം. എന്നെ കാണിക്കും. സ്ഥലം ഇപ്പൊ കണ്ടിയൂർ നല്ലടാ പേര് പറഞ്ഞ കണ്ടിയൂർ ഹിൽസ്. കിടിലം കോടയാണ്. പക്ഷേ അപ്പുറത്ത് ഒറ്റയാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര നമ്മള് വേഗം അത് മോഴയാണ്, അതിന് കൊമ്പൊന്നുമില്ല. വഴി എവിടെ? ആ പോട്ടെ റൈറ്റ് ഏതാ വഴി? കട്ടപ്പാടി സീൻ ക്ലൈമറ്റ്. ഇതിന് പറയണോ? എന്താ പറഞ്ഞ ഊട്ടിയല്ല ഗൈസ്. വെൽക്കം ടു മാംഗോ ബാർ ഉള്ളു. ചോക്കോ ബാർ കഴിഞ്ഞു. ഗൈസ് അട്ടപ്പാടിയാണ്. അട്ടപ്പാടി 10ാം വളവ്. കിടിലം കോട, ഒരു അക്ഷരത കോട. കൊമ്പന്റെ കുൽസിതങ്ങളാണ് ഇപ്പൊ കണ്ടത്. ഐസ്ക്രീം കഴിക്കണ ചോക്കോബാർ. കൊമ്പൻ ചോദിക്കാനേ റൂം എടുക്കലാണ്. ഞാൻ അടക്ക് റൂം ചാക്ക് പൊളിച്ചു വെച്ചായി. 10ാം വളവിലാണ്. 10ാം വള കിടില ക്ലൈമറ്റ്. എന്താ കോട. അടുത്തോടെ സെറ്റാക്കാൻ പേടിക്കാൻ വേണ്ട. കിടിലം ക്ലൈമറ്റ്. പോട്ടെ മേലേക്ക് വന്നു പറയുക. സീൻ ക്ലൈമറ്റ്, ഒരു രക്ഷയല്ല. വഴിയൊന്നും കാണുന്നില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴാണ് റോഡ് ഏതാന്ന് പോലും മനസ്സിലാവുന്നത്. വഴിപ്പുറത്താടാ. വളവാട് കയ്യൊക്കെ വിറക്കിട്ട് പണ്ടാരം. ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാ കൊമ്പാ കോഴിക്ക് ബിരിയാണി അപ്പോ ഗൈസ് ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ. പോയിട്ട് വേണം നാടിനെ വൃത്തിയെന്ന് കിടക്കാൻ.